ചേച്ചിക്ക് ഉണ്ടല്ലോ ശരിക്കും ഈ ഒരു വിഷുവിനെ മിസ് ചെയ്യണത് ആരെയായിരിക്കും ചേച്ചി? ഫാമിലി, അമ്മ, അച്ഛൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണേട്ടിനെ മിസ് ചെയ്യാറുണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയി പോയല്ലോ അല്ലേ അമ്മച്ച? അല്ല, നമ്മുടെ ലൈഫിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം. കുറെ നല്ല ഓർമ്മകൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അതൊക്കെ നമ്മൾ ഏത് സമയത്ത് ഇപ്പൊ ഒരുപാട് നമ്മുടെ ലൈഫിൽ ആ സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ നമ്മളത് ഓർക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സമയം വരുന്ന സമയത്ത് നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് നല്ല സമയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഓർക്കാറുണ്ട്. അമ്പാടിയുടെ അച്ഛനെ ഓർക്കാറുണ്ട്, അമ്പാടിയും പറയാറുണ്ട്, നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. അത് നമ്മുടെ നല്ല എപ്പോഴും മെമ്മറീസ് ഒരിക്കലും ഇല്ല. നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോവില്ല. അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നല്ല ഓർമ്മകളാണെങ്കിലും പിന്നെ നല്ല ഓർമ്മകൾ ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഓർക്കാറുണ്ട്. അത് ഞാനും ഓർക്കാറുണ്ടാവും ഉറപ്പായിട്ടും. അമ്പാടിയുടെ അച്ഛനും ഓർക്കാറുണ്ട്. അത് 100% ഉറപ്പാ. അത് ഉറപ്പല്ലേ, നമ്മളൊന്നും മറക്കില്ലല്ലോ. നമ്മള് ഓൺ ദ ടൈം നമ്മളത് ഹീൽ ചെയ്യെങ്കിലും മറന്നു പോകത്തില്ലല്ലോ എത്ര നാള് കഴിഞ്ഞാലും. നമ്മള് മുന്നത്തെ ഒരു 10 ഞാൻ പറഞ്ഞില്ല, എന്റെ എന്താ പറയാ ചെറുതിലുള്ള വിഷുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മകള് ഞാൻ പറഞ്ഞെങ്കില് അമ്പാടിയുടെ അച്ഛനും ഞാനും അമ്പാടിയും കൂടെ ഉള്ള ഒത്തിരി നല്ല കുറെ വിഷു ഞങ്ങൾ അജുമാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓർക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. അതെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വല്ലപ്പോഴും ഓർക്കാൻ നല്ലതിന്. ഇനി ചേച്ചി ഞാൻ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടെ. അപ്പൊ ഇതുവരെ ചോദിച്ചോണ്ടിരുന്നൊന്നും പേഴ്സണൽ ആയിരുന്നില്ലേ? ഇത് ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആൻസർ തന്നില്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോ, ഒരു വിഷയമില്ല. ഉറപ്പായിട്ടും ഞാൻ സ്കിപ്പ് അടിച്ചോളാന്ന്. ഇല്ല, എനിക്ക് ചേച്ചി കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ലൈക്ക് നിങ്ങൾ രണ്ടുപേരും ഫ്യൂച്ചറിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമോ അറിയില്ല. ബട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയണ കേൾക്കുമ്പോ ഭയങ്കര സ്വീറ്റ്. അറിയില്ല, അത് നമുക്ക് കാരണം ഇന്നിപ്പോ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ലാതെ സംഭവിച്ചതാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാനും അമ്പാടിയും എറണാകുളത്ത് മാറി താമസിക്കുമെന്നോ ഞങ്ങള് തന്നെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും അറിയില്ല. ഇതുവരെ അറിയില്ല. നോക്കാം. അതെ അല്ല അമ്മച്ചാ? എനിക്ക് ഇവന്റെ ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആള് ഫുൾ ടൈം ഭയങ്കര മോൻ അങ്ങനെ ഇപ്പോ കണ്ണന്റെ വീട്ടിൽ വിടുന്നുണ്ട്, പിന്നെ കണ്ണൻ വരുമ്പോ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അങ്ങനത്തെ ഇവനൊരു പ്രശ്നം വരത്തില്ല. ഞാനും കണ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ ഇവനെ അത് ബാധിക്കാൻ സമ്മതിക്കില്ല. നമ്മുടെ സീരിയലൊക്കെ കണ്ടിട്ട് വിളിച്ചായിരുന്നോ അച്ഛൻ? അത് കണ്ണന്റെ ഒരു വീഡിയോയും മോന്റെ കണ്ണൻ ഒരു ആൽബം ചെയ്തിരുന്നു, അഭിനയിച്ചിരുന്നു. അപ്പൊ ആ വീഡിയോ ഷൂട്ട് തുടങ്ങുന്ന അന്നാണ് അമ്പാടിയുടെ സീരിയല് ടെലികാസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവരറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അച്ചക്കുട്ടിയുടെ മറ്റൊരു ആൽബം ഇല്ലേ, ഒരു ആൽബം ഇറങ്ങിയില്ലേ, ഒരു ചേച്ചിയായിട്ട് ഒരു മനയിൽ ഷൂട്ട് ചെയ്തത്. അത് അന്നാണ് കൊച്ചിന്റെ ടെലികാസ്റ്റ് ചെയ്തത്. അതെ അതെ, കുറച്ചു നാളായി. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അതുകൊണ്ട് വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസോ ഒക്കെ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആ വീഡിയോ റിലീസ് ആയപ്പോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതെ അതെ, വഴക്ക് ഇടിയിലൊക്കെ കഴിഞ്ഞു. അത് കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതിലൊന്നും ഒരു കാര്യമില്ല എന്നൊരു സ്റ്റേജിൽ മനസ്സിലായി കഴിയുമ്പോ പിന്നെ അതങ്ങ് നിർത്തും. കാമായി പിന്നെ ശാന്തം. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഒരു സമയം എത്തുമ്പോ നമുക്ക് മനസ്സിലാവും. മനസ്സിലായി. ഇനി എന്താണുള്ളത് ചോദിക്കാൻ കേക്കട്ടെ? ശരിക്കും ചേച്ചിനോട് ചോദിക്കാറുണ്ടല്ലോ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയക്ക് ചേച്ചിയുടെ അടുത്തൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ചേച്ചിയുടെ പേര് സെർച്ച് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ പല പല വെറൈറ്റി കഥകളാ. ചേച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു അസുഖമാണ്. ഇതൊക്കെ ചേച്ചി കാണാറുണ്ടോ? ഒക്കെ കാണാറുണ്ട്. അവർക്ക് പറയുന്നതിൽ പ്രശ്നമില്ലല്ലോ. ഇല്ല, ആൾക്കാർക്ക് ഇപ്പൊ എന്തും പറയാലോ. പല പല കഥകൾ. ഇപ്പം ഞാൻ ശരിക്കും വിചാരിച്ച ഒരാടിക്ക് ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എന്തോ അസുഖം. അത് പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ അമ്മമാർക്കൊക്കെ ഉള്ളത് സ്ട്രെസ് ഒക്കെ കൂടി കഴിയുമ്പോൾ ബാക്ക് മസിൽസ് ഡാമേജ് ആകുന്ന. അത് പക്ഷെ എനിക്ക് 3 വർഷത്തിന് ശേഷം വീണ്ടും അത് ട്രിഗർ ചെയ്തു. അതാണ് 2 പ്രാവശ്യം വന്നു. അത് പക്ഷെ പിന്നീട് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മള് വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യുമ്പോഴാണ് വീണ്ടും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് വീണ്ടും അത് ഓക്കെ ആയി. അതിങ്ങനെ ഒരുപാട് സ്ട്രെസ് വന്ന് കണ്ടിന്യൂസ് നമ്മൾ ഇങ്ങനെ സ്ട്രെസ്സിലാവുമ്പോ സംഭവിക്കുന്നത്. അത് വീണ്ടും അതൊരു വലിയ പ്രശ്നമല്ല. നോർമലി എല്ലാ അമ്മമാർക്കും വീട്ടിലുള്ളവർക്കൊക്കെ പുറം വേദനയാണ്, നീര് വെക്കുന്നു എന്നൊക്കെ പറയില്ലേ വീടുകളിലൊക്കെ.
അത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനത്തെ കുറെ റൂമേഴ്സ് കേൾക്കുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ട്രിഗേർഡ് ആവാറുണ്ടോ? ഇത് എന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്യണം? ഇല്ല, അങ്ങനത്തെ ഒരു വികാരമേ നമുക്കില്ല. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ നമ്മള് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ ന്യൂസുകളും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഉള്ളിൽ ഭയങ്കര ഉണ്ടായിരുന്നു ഒരു ടൈം വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരാഴ്ച ഉള്ളതേ ഉള്ളൂ. ഇപ്പൊ ഒരു സ്റ്റോറി വന്നു ഇപ്പൊ എന്നെ പറ്റിയിട്ട്, അതൊരു 5 ദിവസം അതങ്ങനെ പോവും. അപ്പൊ 6-ാമത്തെ ദിവസം വേറൊരാളെ പറ്റിയിട്ട് സ്റ്റോറി വരും. പിന്നെ 5 ദിവസത്തെ ഇതുള്ളത് മറന്നു കഴിഞ്ഞു, പിന്നെ അതിലേക്ക് പോവും. ഇതങ്ങനാണ്, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാത്തിനും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അത്ര അങ്ങനെ തോന്നുന്നതിന് മാത്രം എന്തെങ്കിലും പറയാറുള്ളൂ. പ്രതികരിക്കുമ്പോഴാണ് വീണ്ടും പ്രതികരിച്ചോണ്ടിരിക്കും തോറും വീണ്ടും 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 വരും. അവർക്ക് പറയാനുള്ള ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കരിയറിനുമായി ബന്ധപ്പെട്ട രീതിയിൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള കമന്റ്സുകൾ ചെയ്യാനും പറയുന്നതിനൊന്നും പ്രശ്നം വരില്ല, ആർക്കും ഇല്ല. അതൊക്കെ പറയാം. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സമയത്ത് നമ്മളെ വിമർശിച്ചുകൊണ്ട് കമന്റ് ഇടരുതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തിനാണ് കൊണ്ട് പബ്ലിക്കായിട്ട് ഇട്ടത് അന്ന് ഉറപ്പായിട്ടും അവർക്ക് ചോദിക്കാം. എല്ലാവർക്കും ഉണ്ടല്ലോ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് സഭ്യമായിട്ടുള്ള രീതിയിലായാൽ മതി, അതേ ഉള്ളൂ. അതല്ലാതെ അതിര് കവിഞ്ഞിടുന്ന സമയങ്ങളിലാണ് നമുക്ക് പലപ്പോഴും വിഷമം തോന്നുന്നത്. പല സമയത്തും നമ്മൾ കമന്റ് ഓഫ് ചെയ്തേണ്ടി വരുന്നത്. കാരണം പല സമയത്തും കമന്റ് ഓഫ് ചെയ്യുന്നത് വെറുതെ എന്തിനാണ് അവർക്ക് വഴക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. കമന്റ് ഓഫ് ചെയ്തേക്കാം. ഇനി പിന്നെ എന്ത് ചെയ്താലും പണ്ടുള്ളവർ പറയില്ല, അമ്മയെ തല്ലിയാലും 2 വിഭാഗം ഉണ്ടാവും. ആ അമ്മയെ തല്ലിയത് അവർക്കത് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അയ്യോ മോശം, അതുണ്ടാവും എന്തായാലും. അത് അതിന്റെ വഴിക്കങ്ങ് പോവും. ഒരുപാട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ചേച്ചി, മനസ്സിലായി.